ഹലോ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റഡി വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റെ മിസ്റ്റേക്സൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ബുക്സൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചും എന്താ എത്ര തോനെ ബുക്ക് 2 ബണ്ടിലായിട്ടൊക്കെ ഉണ്ടല്ലോ എന്ന്. അതിൽ ഒന്ന് എൻ്റെ ഫ്രണ്ടിനുള്ളതാണ്. ഓളെ നാട് ആലപ്പുഴയാണ്. അപ്പോൾ ഓൾ അങ്ങോട്ട് പോയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓക്ക് ഇവിടെ വാങ്ങി വെച്ചതാണ് ബുക്ക്. അപ്പോൾ ഓളത് ഞാൻ കവറിൽ തന്നെ ഇട്ടിട്ട് തിരിച്ച് എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് തന്നെ കൊടുത്തു. പുതിയ ബുക്കൊക്കെ എടുത്തൊന്ന് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കി. പുതിയ ബുക്കിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഒരു ഹരമാണല്ലോ. ഇനി നമുക്ക് പഠിക്കണം. ആദ്യം തന്നെ അതിൻ്റെ ഡെസ്ക് ഫുള്ള് ക്ലീൻ ചെയ്തു. കുറേ സാധനങ്ങളുണ്ട്. ഒന്നാമത് ഇതിൻ്റെ ഡെസ്ക് ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതിമുള്ള സാധനങ്ങൾ ഫുള്ള് കൊടുന്ന് വെച്ചതുകൊണ്ട് കുറേ എന്തൊക്കെയോ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. അപ്പോൾ ഫുള്ള് അതൊന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യാതെ പഠിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല. പഠിക്കാനുള്ള ഒരു മൂഡൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ബുള്ളറ്റ് ജേർണൽ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഏപ്രിൽ വരെയുള്ള ഇതിൻ്റെ ഫസ്റ്റ് കവർ പേജാണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഇനി അത് എടുത്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാണ്. പഠിത്തം മാത്രമല്ല, നോട്ട് എഴുതണമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ മാത്സ് ആണ് എടുത്തത്. മാത്സിൽ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ക്ലാസ്സിലെടുത്തതിൻ്റെ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അങ്ങനെ മാത്സിലെ പരിപാടികളൊക്കെ തീർന്നു. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ കുറച്ച് വേർഡ് മീനിങ്സ് ഒക്കെ എഴുതാനുണ്ട്. അപ്പോൾ അത് എഴുതാൻ എടുത്തതാണ്. അതിന് മുന്നേ ആ ജോമെട്രി ബോക്സിലുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെച്ച് ഡെസ്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്തു. ഇങ്ങനെയൊക്കെ കൂടി പരന്ന് കിടന്നാൽ പഠിക്കാനുള്ളൊരു മൂഡ് വരില്ല. ടൈം ലാപ്സിലിട്ടിട്ട് പെട്ടെന്ന് എഴുതി തീർന്ന പോലെ ഉണ്ട്. ഇത് ശരിക്കും ഇത്ര പെട്ടെന്നൊന്നും തീർന്നിട്ടില്ലേനു. അങ്ങനെ ഹിന്ദിയും എഴുതി കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എടുത്തത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ എഴുതാനൊന്നുമില്ല. ഹിസ്റ്ററിയിൽ മെയിനായിട്ട് പഠിക്കാൻ തന്നെ ഉള്ളൂ. കുറച്ച് പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി വെച്ചു. വേറെ ഒന്നും പഠിച്ചില്ല. ഇനി നെക്സ്റ്റ് ഡേക്കുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കേനു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.